പാകിസ്ഥാന്റെ അതിർത്തി കടന്നു വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും വിമാനങ്ങളെയും ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു മിസൈലുകളും ഉപയോഗിക്കാതെ S-400 ഒട്ടും തന്നെ ഉപയോഗിക്കാതെ വെറും ലേസർ രശ്മികൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ചാമ്പലാക്കാൻ സാധിക്കുമെങ്കിലോ? നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് സാധ്യമാക്കാൻ പോകുന്നത് നമ്മുടെ ദുർഗ 2 എന്ന് പറയുന്ന ഒരു വജ്രായുധമാണ്. ഇവിടെ നമ്മൾ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് വെറും ലേസർ രശ്മിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെലവ് വളരെയധികം കുറവാണ്. ഒരു വിമാനത്തെ നശിപ്പിക്കാൻ, ഒരു മിസൈലിനെ നശിപ്പിക്കാൻ നമുക്ക് പരമാവധി 300 രൂപ മാത്രമാണ് ചിലവ് വരുന്നത്. പ്രകാശമായതുകൊണ്ട് തന്നെ ഇതിന് പ്രകാശത്തിൻ്റെ വേഗതയാണ്. സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള S-400നേക്കാൾ വളരെ മികച്ച ഒരു സക്സസ് റേറ്റ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. ഇതിനെല്ലാം ഉപരിയായി ശത്രു രാജ്യത്തിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ നമുക്ക് നിർവീര്യമാക്കാൻ സാധിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും റഡാർ സംവിധാനവും ഒക്കെ നമുക്ക് നിശ്ചലമാക്കി മാറ്റാം. ലേസർ രശ്മികൾ ഇപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളിൽ പോലും ഈ കാലഘട്ടത്തിൽ ലേസർ രശ്മികൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ലേസർ രശ്മിയെ ഇത്രയും മാരകമായിട്ടുള്ള ഒരു യുദ്ധക്കോപ്പാക്കി മാറ്റാൻ ഇന്ത്യ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശരിക്കും ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? എന്താണ് ഒരു ലേസർ രശ്മിയുടെ പ്രത്യേകത? ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദുർഗ 2 അല്ലെങ്കിൽ ഡിറക്ഷണലി അൺറെസ്ട്രിക്റ്റഡ് റേ ഗൺ അറേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വെപ്പൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം സ്ഥാപനമായ DRDO ആണ്. DRDOയുടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള DEW സിസ്റ്റം അല്ലെങ്കിൽ ഡിറക്റ്റഡ് എനർജി വെപ്പൺ ആണ് ദുർഗ 2. ദുർഗ 2 എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു മുൻഗാമിയായ ദുർഗ 1 ഉണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ദുർഗ 1 ഒരു വലിയ വിജയമായതിനെ തുടർന്നാണ് ദുർഗ 2 ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദുർഗ 1 നമുക്ക് യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വെപ്പണല്ല. ദുർഗ 2വിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വേർഷൻ മാത്രമായിരുന്നു. ഇത് ഏകദേശം 800 കോടി ഇന്ത്യൻ രൂപയിൽ നിർമ്മിച്ചിട്ടുള്ള 100 കിലോ വാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ലേസർ സിസ്റ്റമാണ്. എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ടെസ്റ്റിംഗ് നടപ്പിലാക്കാം. അതായത് ഏറ്റവും അവസാന ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലേസർ ഒരു പ്രകാശമാണ്, പക്ഷേ അതൊരു സാധാരണ പ്രകാശം പോലെയല്ല. സൂര്യൻ്റെ പ്രകാശമായിട്ടോ അല്ലെങ്കിൽ ഒരു ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശമായിട്ടോ അതുമല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൾബുകളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശമായിട്ടോ നമുക്കിതിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രകാശ സോഴ്സുകൾക്കൊക്കെ ഒരു വിസിബിൾ സ്പെക്ട്രത്തിൻ്റെ റേഞ്ചാണുള്ളത്. വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന പ്രകാശമാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അതിൻ്റെ റേഞ്ച് 380 നാനോമീറ്റർ മുതൽ 750 നാനോമീറ്റർ വരെയാണ്. നമ്മളൊരു ടോർച്ച് ഓൺ ചെയ്താലും അല്ലെങ്കിൽ വീട്ടിലെ ഒരു ബൾബ് ഓൺ ചെയ്താലും ഏകദേശം ഇത്തരത്തിലുള്ള ഒരു പ്രകാശത്തിൻ്റെ റേഞ്ച് അതിലുണ്ടായിരിക്കും. എന്നാൽ വേപ്പർ ലാമ്പുകൾക്ക് കുറെ കൂടെ നാരോ ആയിട്ടുള്ള ഒരു ചെറിയ സ്പെക്ട്രമാണുള്ളത്. ഉദാഹരണത്തിന് മെർക്കുറി വേപ്പർ ലാമ്പ്, അതിൻ്റെ ഒരു വേർഷൻ ഉൽപ്പാദിപ്പിക്കുന്നത് 405 നാനോമീറ്ററിലുള്ള പ്രകാശമാണ്. 405 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ അത് കൃത്യം 405 നാനോമീറ്റർ അല്ല. 405 നാനോമീറ്ററിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ചില വേവ് ലെങ്തുകൾ കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായിട്ടുള്ള ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇത് നിയർലി മോണോക്രോമാറ്റിക് ആണ്. പക്ഷേ ലേസർ പ്യുവർലി മോണോക്രോമാറ്റിക് ആണ്. മോണോക്രോമാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം കൃത്യം ഒരൊറ്റ വേവ് ലെങ്തിൽ മാത്രമുള്ളതാണ്. ഉദാഹരണത്തിന് ഗ്രീൻ നിറത്തിലെ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ലേസർ എടുക്കാം. ആ ലേസറിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 532 നാനോമീറ്റർ ആണ്. പക്ഷേ വിസിബിൾ സ്പെക്ട്രത്തിൽ ഗ്രീൻ ലൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് 532 മാത്രമല്ല, അതൊരു വലിയ റേഞ്ചാണ്. 495 നാനോമീറ്റർ മുതൽ 570 നാനോമീറ്റർ വരെ നീണ്ടു നിൽക്കുന്ന റേഞ്ച്. അതിലെ ഒരൊറ്റ വേവ് ലെങ്തിൽ മാത്രമാണ് ലേസർ പ്രവർത്തിക്കുന്നത്. കൃത്യം ഒരൊറ്റ വേവ് ലെങ്ത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 99% കൃത്യമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാറുണ്ട്. ലേസറിൽ നിന്ന് വരുന്ന പ്രകാശം ഒരു നേർരേഖയായിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ റൂമിനുള്ളിൽ ഒരു ബൾബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രകാശം നേരെയല്ല പോവുക, അത് ആ മുറിയിൽ മുഴുവനും വ്യാപിക്കുന്നതാണ്. ലേസർ രശ്മികൾ അങ്ങനെ വ്യാപിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലേസർ രശ്മിക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള രശ്മികളെ പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രകാശം സ്പ്രെഡ് ആകാതെ നേർരേഖയിൽ തന്നെ പാരലായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ കൊളുമിനേഷൻ എന്ന് പറയുന്നത്. ലേസറുകൾക്ക് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായത്? സൂര്യൻ്റെ പ്രകാശത്തിനോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബിനോ ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയും ഇല്ല. അതിൻ്റെ കാരണം ആ പ്രകാശം എങ്ങനെ ഉണ്ടായി എന്നതാണ്. സൂര്യനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രകാശവും ഫിലമെന്റ് ലാമ്പുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രകാശവും ചൂടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെയധികം ചൂട് കൂടുമ്പോഴാണ് അവിടെ പ്രകാശം ഉണ്ടാകുന്നത്. ഏതൊരു വസ്തുവും എടുത്തോട്ടെ,
ആ വസ്തു വളരെയധികം ഉയർന്ന ഒരു താപനിലയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നിന്നും പ്രകാശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. നമ്മൾ ഇരുമ്പ് നല്ല രീതിയിൽ പഴുപ്പിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു ചുവന്ന പ്രകാശം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇരുമ്പിൽ മാത്രമല്ല, എല്ലാ വസ്തുക്കളിലും ഇത് ബാധകമാണ്. പക്ഷേ താരതമ്യേന കുറഞ്ഞ ഒരു താപനിലയിൽ ഇരുമ്പ് പ്രകാശം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രം. ലേസർ രശ്മികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷനിലൂടെയാണ്. ഒരു ആറ്റത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള എനർജി ലെവലുകളുണ്ട്. ആ എനർജി ലെവലിൽ മാത്രമാണ് ആ ഇലക്ട്രോണുകൾ സ്റ്റേബിളായിട്ടിരിക്കുക. എന്നാൽ താപനില കാരണമോ അല്ലെങ്കിൽ ഫോട്ടോൺസ് അല്ലെങ്കിൽ പ്രകാശം കാരണമോ ചില ഇലക്ട്രോണുകളൊക്കെ അതിൻ്റെ നിലവിലുള്ള എനർജി ലെവലിനേക്കാൾ ഉയർന്ന എനർജി ലെവലിലേക്ക് മാറുന്നതാണ്. പക്ഷേ അത് എല്ലായ്പ്പോഴും അവിടെ തുടർന്ന് പോവുകയില്ല. കാരണം അത് അതിൻ്റെ സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജി ലെവലല്ല. അത് അവിടെ നിന്നും അതിൻ്റെ യഥാർത്ഥ എനർജി ലെവലിലേക്ക് തന്നെ മടങ്ങിപ്പോകും. എന്നാൽ അങ്ങനെ മടങ്ങിപ്പോകുന്ന സമയത്ത് അത് ഒരു പ്രത്യേക എനർജി വെളിയിലേക്ക് എമിറ്റ് ചെയ്തിട്ടായിരിക്കും മടങ്ങിപ്പോവുക. ആ എനർജി പ്രകാശത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഫോട്ടോൺസിൻ്റെ രൂപത്തിലാണ് വെളിയിലേക്ക് വരിക. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന സ്പോണ്ടേനിയസ് എമിഷനാണ്. എന്നാൽ നമുക്ക് അതിൽ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള എമിഷൻ നടപ്പിലാക്കാൻ സാധിക്കും. നമുക്ക് ആ ഒരു ഇലക്ട്രോണിൻ്റെ അരികിലൂടെ ഒരു ഫോട്ടോണിനെ കടത്തിവിടാൻ സാധിക്കും. അങ്ങനെ ഒരു ഫോട്ടോൺ കടന്നു പോവുകയാണെങ്കിൽ ആ ഫോട്ടോണിൻ്റെ ഊർജം കാരണം ഹയർ എനർജി ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ അതിൻ്റെ അല്പം ഊർജ്ജത്തെ വെളിയിലേക്കൊന്ന് പുറന്തള്ളിയതിന് ശേഷം ലോ എനർജി ലെവലിലേക്ക് മടങ്ങി വരുന്നതാണ്. അപ്പോൾ ഒരു ഫോട്ടോൺ കൊണ്ട് നമുക്ക് 2 ഫോട്ടോണിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. വസ്തുക്കൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾക്ക് ആറ്റങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് പ്രകാശത്തിന് ഫോട്ടോൺസ്. ഇപ്പോൾ ഇവിടെ പുതുതായിട്ടൊരു ഫോട്ടോൺ ഉണ്ടായി വന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ അവിടേക്ക് അയച്ച ഒരു ഫോട്ടോണുമുണ്ട്. ഈ 2 ഫോട്ടോണിനും ഏകദേശം ഒരേ സ്വഭാവം തന്നെയാണുള്ളത്. ഇങ്ങനെ ഒരേ സ്വഭാവത്തിലുള്ള ഒരേ വേവ് ലെങ്തിലുള്ള ഈ ഫോട്ടോണുകൾ നേരെ ഒരേ ഡിറക്ഷനിൽ തന്നെ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന ആ ഫോട്ടോണിനെ നമ്മൾ വെളിയിലേക്ക് കടത്തിവിടുന്നില്ല. ആ ഫോട്ടോണുകൾ നേരെ പോയി തട്ടുന്നത് ഒരു സിലിണ്ടറിൻ്റെ അങ്ങേയറ്റത്തായിരിക്കും. ഈ മൊത്തം പ്രോസസ്സ് നടക്കുന്നത് തന്നെ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. ആ സിലിണ്ടറിൻ്റെ ഒരു അറ്റത്ത് പോയി തട്ടിയതിന് ശേഷം അത് രണ്ടും തിരികെ മടങ്ങി മറ്റേ അറ്റത്തേക്ക് സഞ്ചരിക്കും, ഒരേ രീതിയിൽ തന്നെ. അങ്ങനെ പോകുന്ന അവസ്ഥയിൽ അവിടെയുള്ള മറ്റ് ആറ്റംസുമായിട്ട് അത് കൂട്ടിമുട്ടുകയും അവിടെ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസിൽ നിന്നും കൂടുതലായിട്ട് ഫോട്ടോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ആ ഫോട്ടോണുകൾക്കും മുൻപ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഫോട്ടോണുകളുടെ അതേ സ്വഭാവവും അതേ ഡിറക്ഷനുമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ആ സിലിണ്ടറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നിരന്തരമായി സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്കത് ലേസറാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല. അതിൽ നിന്ന് വെളിയിലേക്ക് ലേസർ രശ്മി വരണം. അതിനുവേണ്ടി 2 രീതിയിലുള്ള മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, ആ സിലിണ്ടറിൻ്റെ ഒരറ്റത്ത് വളരെ ചെറിയ ഒരു സുഷിരം നമ്മൾ നിർമ്മിക്കും. ആ സുഷിരത്തിലൂടെയാണ് ലേസർ രശ്മി വെളിയിലേക്ക് വരുന്നത്. മറ്റൊരു മാർഗം അനുസരിച്ച് അവിടെ ഒരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഘട്ടങ്ങളിൽ മാത്രം ലേസർ രശ്മികൾ അവിടെ നിന്നും വെളിയിലേക്ക് വരും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെയധികം താപനിലയുള്ള ലേസർ രശ്മികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ദുർഗ 2 100 കിലോ വാട്ടോളം വരുന്ന ലേസർ രശ്മികളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ലേസർ രശ്മികൾക്ക് മെറ്റലിനെ ഉരുക്കാൻ സാധിക്കും. വിമാനങ്ങളും അതുപോലെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ മെറ്റലുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ലേസർ രശ്മി അത്തരത്തിലുള്ള വെപ്പണുകളിൽ വന്ന് പതിക്കുമ്പോൾ അവിടുത്തെ മെറ്റൽ ഉരുകുന്നതാണ്. ഒരു വിമാനത്തിൽ ഒരു സുഷിരം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള അപകടം നമുക്കറിയാം. ഡ്രോണുകളിലും മിസൈലുകളിലും ഇത്തരത്തിൽ ലേസർ രശ്മികൾ ഉപയോഗിച്ചിട്ട് അതിലെ ഡിറ്റനേറ്റർ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഡിറ്റനേറ്റർ അങ്ങനെ പ്രവർത്തിക്കുന്നതിലൂടെ ഡ്രോണും മിസൈലുകളും ഒക്കെ ആകാശത്ത് വെച്ച് തന്നെ അല്ലെങ്കിൽ അന്തരീക്ഷത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിൽ ഒരു രീതിയിലുള്ള അപകടങ്ങളും സൃഷ്ടിക്കുന്നതല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു തരത്തിലുള്ള വെപ്പണുകളും ഉപയോഗിക്കുന്നില്ലെന്നാണ്. ഇവിടെ നമ്മൾ ആകെ ഉണ്ടാക്കിയെടുക്കുന്നത് ലേസർ രശ്മികൾ മാത്രമാണ്. ഒരു വിമാനത്തെ തകർക്കാൻ നമുക്ക് വെറും 300 രൂപ മാത്രമാണ് ചെലവഴിക്കേണ്ടി വരിക. നിലവിലുള്ള ഡയറക്റ്റ് എനർജി വെപ്പണുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അവയുടെ റേഞ്ചാണ്. പരമാവധി 5 കിലോമീറ്റർ മാത്രമാണ് അതിന് പ്രഹരശേഷി ഉള്ളത്. അതായത് 5 കിലോമീറ്റർ അകലെയുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും മാത്രം അതിന് ആക്രമിക്കാൻ സാധിക്കും. പക്ഷേ S-400ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 400 കിലോമീറ്റർ ആണ്. എന്നാൽ ഇന്ത്യ 100 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ലേസർ വെപ്പണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ.
അധികം വൈകാതെ തന്നെ അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നിങ്ങൾക്ക് 25 വ്യത്യസ്തമായിട്ടുള്ള ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള പഠന വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ്. ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഈ 25 ട്രിക്കുകൾ ലഭ്യമാണ്. ഈ ഒരു കോഴ്സിൻ്റെ കോസ്റ്റ് 3000 രൂപയാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ സമയം കളയാതെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.